ഗൗരവമായ ഒരു വിഷയമാണ് ഇന്ന് പ്രതിപക്ഷ സഭയിൽ കൊണ്ടുവന്നത്. ഒരു കാരണവുമില്ലാതാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഇത് കൊണ്ടുവന്ന വിഷയം ചേട്ടുമോ ഇതൊരു പാർട്ടിയുടെ മാത്രം വിഷയമല്ല. ഫണ്ട് തിരിമറി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് പിരിച്ചെടുത്ത ഫണ്ടാണ്. സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ അതിന്റെ പ്രതിഷേധമുണ്ടാകും. ആ കണക്കിൽ വിവാദം വരുമ്പോൾ അതിനെതിരെ കൃത്യമായ മറുപടി ഉണ്ടാകേണ്ടതുണ്ട്. അതിന്റെ വിവരങ്ങൾ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമരമൊക്കെ അവിടേക്ക് സംഘടിപ്പിച്ചത്. പക്ഷേ വളരെ ക്രൂരമായ പോലീസ് അതിക്രമം, പോലീസിനെ നോക്കി നിർത്തി പാർട്ടി ഗുണ്ടകളാണ് അവിടെ അക്രമം അഴിച്ചുവിട്ടത്. പിന്നെ പാർട്ടി ഈ രക്തസാക്ഷി ഫണ്ട് ഇതൊന്നും ആദ്യത്തെ അനുഭവമല്ല. ഞാൻ വിചാരിക്കുന്നത് 2005-2006 കാലഘട്ടത്തിൽ CPM ഞങ്ങളൊക്കെ ആ പാർട്ടിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളൊക്കെ പിരിച്ചൊരു ഫണ്ടുണ്ട് രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഏകദേശം 25 കോടിയിലധികം രൂപ രക്തസാക്ഷി ഫണ്ട് എന്ന പേരിൽ പിരിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന രക്തസാക്ഷികൾക്ക് കൂടി വേണ്ടിയുള്ള ഫണ്ടായിട്ടാണ് അന്നത് ഉണ്ടായിരുന്നത്. ആ ഫണ്ട്, അത്തരം ഫണ്ടുകളൊക്കെ അവിടെ നിൽക്കുകയും അതിന്റെ ഒരു കണക്കൊന്നും പിന്നീട് എവിടെയും കണ്ടില്ല. ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഞങ്ങളൊക്കെ ആ ഘട്ടങ്ങളിൽ പാർട്ടിയകത്ത് ഉന്നയിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് പാർട്ടിയുടെ ജില്ലാ നേതാവാണ്. ആ ജില്ലാ നേതാവ് 50 വർഷത്തിലധികം കാലമായി സജീവമായ പാർട്ടി, ഒരു പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തിയ ഒരു സഖാവാണ്. അതിൻ്റെ ഉള്ളിൽ നിരന്തരമായി നടത്തിയ പോരാട്ടങ്ങൾക്ക് ഫലം കാണാതെ വന്നപ്പോഴാണ് പൊതുസമൂഹത്തിനോട് തുറന്നു പറയാൻ തയ്യാറായത്. ഈ അനുഭവം തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് എനിക്കിത് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. ഇനി അദ്ദേഹത്തിന് നേരെ ഇന്നോവ വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പം അദ്ദേഹത്തെ അനുകൂലിച്ച ആളുകളുടെ ബൈക്കൊക്കെ അവിടെ ഇന്നലെ കത്തി നശിപ്പിച്ചു, വീടുകൾക്ക് നേരെ അക്രമം ഉണ്ടാകുന്നു. ഇതേ അനുഭവം കൊഞ്ചിയത്ത് അനുഭവിച്ച ആളുകളാണ് ഞങ്ങൾ. അതിന്റെ ഒരേ രൂപമാണ് ഇപ്പൊ പയ്യന്നൂരിൽ കാണുന്നത്. പയ്യന്നൂർ പോലുള്ള ഒരു സ്ഥലം എന്ന പാർട്ടി ഗ്രാമമാണ്. കൊഞ്ചിയത്തിന് പോലെ തന്നെ പാർട്ടി ഗ്രാമം, എതിരാളികളില്ലാത്ത പ്രദേശം. അവിടെയാണ് പൊതുപ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ അതിന്റെ ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമായിട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. പൊതുസമൂഹത്തിൽ ഇതിനകത്ത് ചോദ്യങ്ങളുണ്ടാകും. പൊതുസമൂഹത്തിൽ നിന്നും കൂടി പിടിച്ചെടുക്കുന്ന ഫണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ ആ രീതിയിൽ കാണാൻ കഴിയണം. ആ തരത്തിൽ ഇതിനൊരു ഓഡിറ്റിംഗ് ഉണ്ടാകണം. കൃത്യമായി കണക്ക് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. ആക്രമിച്ച ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ പോലീസ് അധികാരികൾ തയ്യാറാകണം എന്നുകൂടിയാണ് ആവശ്യപ്പെടുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മരണ നിലനിൽക്കുന്ന നാടാണ് പയ്യന്നൂർ. ആ പയ്യന്നൂര് കൊലപാതകങ്ങൾ ഒരു തുടർക്കഥയായി മാറിയത്. കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് രക്തസാക്ഷി ഫണ്ട് ദുരുപയോഗം ചെയ്യുക എന്ന കാര്യം. ഇതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ രക്തസാക്ഷി ഫണ്ട് ദുരുപയോഗം ചെയ്ത ആ ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷമല്ല, CPM-ന്റെ ഉന്നതനായ നേതാവ്, ഏരിയ സെക്രട്ടറി ആയി പ്രവർത്തിച്ച് ജില്ലാ കമ്മിറ്റി അംഗമായ വി. കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹം അത്തരമൊരു ആരോപണം ഉന്നയിച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് പാർട്ടിയിൽ നിന്ന് മാത്രം സംഭരിച്ച ഫണ്ടല്ല, പൊതുജനങ്ങളിൽ നിന്നും സംഭരിച്ച ഫണ്ടാണ്. അത്തരമൊരു വിഷയം പൊതുസമൂഹത്തിലേക്ക് എത്തുമ്പോൾ അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതും അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളതും പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ്, ഉത്തരവാദിത്തമാണ്. അതാണ് കോൺഗ്രസ് നേതൃത്വം അവിടെ നിർവഹിച്ചത്. പക്ഷേ സ്ത്രീകൾ, മുതിർന്നവർ, 75 വയസ്സ് പോലും കഴിഞ്ഞ JP നാരായണനെ പോലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ പയ്യന്നൂർ ബസാറിലിട്ട് ക്രൂരമായി പൈശാചികമായി ആക്രമിച്ച നടപടി അത് ജനാധിപത്യ സംവിധാനത്തിനെതിരെയുള്ള വലിയ വെല്ലുവിളിയാണ്. പയ്യന്നൂരിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നിരവധി അക്രമങ്ങളാണ്, കൊലപാതകങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നിരവധി ബൂത്തുകളിൽ ബൂത്ത് പിടുത്തം നടന്നു, സ്ഥാനാർത്ഥികൾക്കെതിരെ ആക്രമിച്ചു, സ്ഥാനാർത്ഥികളെ വലിച്ചിഴച്ച് സ്ത്രീകളുടെ മുടി പിടിച്ച് പുറത്തെടുക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി. അവിടെ CPM-ന്റെ നേതൃത്വത്തിലിരിക്കുന്നവരെല്ലാവരും ക്രിമിനലുകളാണ്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് CPM-ന്റെ ഏരിയ സെക്രട്ടറി കൊലപാതക കേസിലെ പ്രതിയാണ്. അവിടെ മുനിസിപ്പൽ ചെയർമാൻ കൊലപാതക കേസിലെ പ്രതിയാണ്. ഉന്നതരായ CPM-ന്റെ നേതാക്കന്മാരെല്ലാവരും പ്രതികളാണ്. ആ പ്രതികളെ സംരക്ഷിക്കുകയും അവരെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അവർക്ക് പരോൾ അനുവദിക്കുന്നു. പോലീസിനെ ആക്രമിച്ച കേസിൽ പോലും, ബോംബെറിഞ്ഞ കേസിലെ പ്രതികൾക്ക് പോലും ജാമ്യം കൊടുക്കുന്നു. അവരൊക്കെ
കൗൺസിലിലേക്ക് ജയിക്കുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു അവരെ സ്ഥാനാർത്ഥികളാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിനെതിരെയുള്ള പരസ്യമായ വെല്ലുവിളിയാണ്. ഇതിനൊക്കെ പ്രോത്സാഹനം നൽകുന്ന സർക്കാരിന്റെ സമീപനം, CPMന്റെ ആ നേതൃത്വത്തിന്റെ സമീപനം അതിശക്തമായി അത് പ്രതിഷേധിക്കേണ്ടതാണ്. പൊതുസമൂഹം അതിനെതിരെ അതിശക്തമായി മുന്നോട്ട് വരണം. അവിടെ കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ട്. അദ്ദേഹത്തെ അനുകൂലിച്ച് ഒട്ടേറെ ആളുകൾ പ്രകടനം നടത്തി. CPMന്റെ ആളുകൾ തന്നെയാണ് പ്രകടനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ഭീഷണി, അദ്ദേഹത്തിനെതിരെ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ അതിശക്തമായ ഭീഷണിയുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം. പയ്യന്നൂരിൽ എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണം. സ്വാതന്ത്ര്യം നേടിയ അതിന് മുന്നിൽ നിന്ന നാടാണ് പയ്യന്നൂർ. ആ പയ്യന്നൂരിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം